ഭീഷ്മപർവത്തിലെ രതിപുഷ്പം, രോമാഞ്ചത്തിലെ ആദരാഞ്ജലി നേരട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആവേശത്തിലെ ഇല്ലുമിനാറ്റി തുടങ്ങി നവമലയാള സിനിമയിലെ നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ രചിച്ച ഗാനരചയിതാവാണ് വിനായക് ശശികുമാർ. നിലവിൽ മലയാളത്തിൽ ഏറെ തിരക്കുള്ള ഗാനരചയിതാവാണ് വിനായക്. ജീത്തു ജോസഫിനൊപ്പം വർക്ക് ചെയ്ത അനുഭവം പങ്കുവയ്ക്കുകയാണ് വിനായക്. ദൃശ്യം കണ്ടതു മുതൽ താൻ ജീത്തുവിൻ്റെ ഫാൻ ബോയ് ആണെന്നും ഇത്രമാത്രം ഹോംലിയായ മറ്റൊരു ടീം ഇല്ലെന്നും വിനായക് പറയുന്നു. കോവിഡ് സമയത്ത് ജീത്തു വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ദൃശ്യം 2 കഥ വായിക്കാൻ തന്നെന്നും വിനായക് പറയുന്നു. സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിനോട് സംസാരിക്കുകയായിരുന്നു വിനായക് ശശികുമാർ. റാം, കൂമൻ, ദൃശ്യം 2, 12th മാൻ, നേരെ റിലീസ് ചെയ്യാനുള്ള നുണക്കുഴി, ഇത്രയും സിനിമകൾ ജീത്തു ജോസഫ് സാറിനൊപ്പം ചെയ്തു. ദൃശ്യം കണ്ട നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാൻ ബോയ് ആയിരുന്നു. ഞാൻ പരിചയപ്പെടണമെന്ന് ഏറെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് പാട്ടെഴുതാൻ കഴിയുന്നു എന്ന സന്തോഷമുണ്ട്. ഞാൻ മലയാളത്തിൽ കണ്ട സിനിമാ ടീമുകളിൽ ഇത്രമാത്രം ഹോംലി ആയൊരു ടീം വേറെയില്ല. അദ്ദേഹം ഓരോ സിനിമയിലും കൂടെയുള്ള ടീം അംഗങ്ങൾക്ക് തിരക്കഥകൾ വായിക്കാൻ കൊടുക്കും. ശേഷം ചർച്ചകൾ നടത്തും. ദൃശ്യം 2 തൊട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ടായത്. കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ഒരു ദിവസം അപ്രതീക്ഷിതമായി അദ്ദേഹം വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ ദൃശ്യം 2 തിരക്കഥ കയ്യിൽ വെച്ചു തന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം അത്തരമൊരു സിനിമ വരുന്നുണ്ടെന്ന് എന്നുപോലും അന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ തന്നെയുള്ള മുറിയിൽ ചെന്ന് വായിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞു. വായിച്ച ശേഷം നമുക്ക് അദ്ദേഹത്തോട് എന്തും തുറന്നു പറയാം, വിനായക് ശശികുമാർ പറയുന്നു.